രാഷ്ട്രീയത്തിലും ദേവസ്വം ഭരണത്തിലും വലിയ കോളിളക്കമുണ്ടാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ വഴിത്തിരിവ്. കേസിൽ അറസ്റ്റിലായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കേസിന്റെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ അവിഹിത സ്വാധീനം വളർത്തിയത് തന്ത്രിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടെയാണെന്നും ഈ മൊഴിയിൽ പറയുന്നു. വർഷങ്ങളായി ശബരിമലയിൽ കീഴ്ശാന്തിയായി പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഭരണകാര്യങ്ങളിൽ ഇത്രത്തോളം ശക്തനായത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ. തന്ത്രിയുമായുള്ള സൗഹൃദം ഉപയോഗിച്ച് പോറ്റി ദേവസ്വം ഭരണത്തിൽ ഇടപെടുകയും തന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്തിരിക്കാമെന്ന സംശയമാണ് ഇതോടെ ബലപ്പെടുന്നത്. ഈ ബന്ധം ദുരുപയോഗം ചെയ്ത് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയ നടപടിക്ക് അനുമതി നേടിയെടുക്കാൻ പോറ്റിക്ക് സാധിച്ചിരിക്കുമോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എങ്കിലും സ്വർണ്ണ ക്ലാഡിംഗ് ജോലിയുടെ സ്പോൺസർഷിപ്പ് നേടുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിലെ ആരൊക്കെ സമീപിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് എ പത്മകുമാർ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. ഈ വിഷയത്തിലെ പത്മകുമാറിന്റെ മൗനം ഉന്നത രാഷ്ട്രീയ തലത്തിൽ ആർക്കെങ്കിലും ഈ ക്രമക്കേടിൽ പങ്കുണ്ടോ എന്ന സംശയം ഉയർത്തുന്നു. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കാളിയായവർ അല്ലെങ്കിൽ ഇതിന് സൗകര്യമൊരുക്കിയ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടോ എന്നും അന്വേഷണ സംഘം വിലയിരുത്തും. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ നടപടിയെ ന്യായീകരിക്കാൻ പത്മകുമാർ ശ്രമിച്ചുവെന്നതും ശ്രദ്ധേയമാണ്. ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് വെച്ച് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദേവസ്വം മാനുവലിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് എന്നാണ് പത്മകുമാർ നൽകിയ വിശദീകരണം. എന്നാൽ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കൃത്യമായ തൂക്കവും അളവും എടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു. മാത്രമല്ല തന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിന് മുൻപും കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുൻപുമുള്ള ക്ലാഡിംഗ് ജോലികൾക്കായി സ്വർണം പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻ ഭരണസമിതികളെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ച് തന്റെ കാലത്തെ നടപടിക്രമങ്ങൾ ഒറ്റപ്പെട്ടതല്ല എന്ന് സ്ഥാപിക്കാനാണ് പത്മകുമാർ ശ്രമിക്കുന്നതെന്നാണ് സൂചന. എന്നാൽ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ തൂക്കത്തിലും അളവിലും വന്ന വ്യത്യാസം എങ്ങനെ സംഭവിച്ചു എന്നതിലാണ് കേസിന്റെ കാതൽ. പുറത്തുപോയ സ്വർണത്തിന്റെ യഥാർത്ഥ അളവും തിരികെ കൊണ്ടുവന്ന സ്വർണത്തിന്റെ അളവും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കുന്നത് ഉദ്യോഗസ്ഥരുടെ തലത്തിലും ബോർഡ് തലത്തിലും ഗുരുതരമായ അലംഭാവമോ അല്ലെങ്കിൽ ബോധപൂർവമായ ക്രമക്കേടോ നടന്നിട്ടുണ്ട് എന്നതാണ്. പത്മകുമാർ നിർദ്ദേശം നൽകിയെന്ന് പറയുന്ന തൂക്കമെടുക്കൽ പ്രക്രിയ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അന്നത്തെ ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നില്ല. കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിനെ ഇന്ന് വൈകുന്നേരം കൊല്ലം കോടതിയിൽ ഹാജരാക്കും. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയും അതിലെ പങ്കാളികളെയും പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തെ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതും അത്യാവശ്യമായി വരും. അതിനിടെ തന്ത്രിമാരായ കണ്ഠരര് രാജീവരരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴി രേഖപ്പെടുത്തിയതും ശ്രദ്ധേയമായി. ബോർഡ് നേതൃത്വവും ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നാണ് തന്ത്രിമാർ മൊഴി നൽകിയത്. തന്ത്രിയുടെ ചുമതല ദൈവവിഹിതം കൊണ്ട് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമാണെന്നും സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടപ്പോഴാണ് അനുമതി നൽകിയതെന്നും അവർ വിശദീകരിച്ചു. തങ്ങൾ ഒരു ഭരണപരമായ തീരുമാനത്തിൽ പങ്കാളികളല്ല, മറിച്ച് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആചാരപരമായ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് എന്ന നിലപാടാണ് തന്ത്രിമാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിലെ ക്രമക്കേടുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും തലയിലേക്ക് തിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. എങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും 2008 മുതൽ പോറ്റി ശബരിമലയിൽ കീഴ്ശാന്തിയായി ഉണ്ടായിരുന്നുവെന്നും തന്ത്രിമാർ മൊഴി നൽകിയിട്ടുണ്ട്. പത്മകുമാറിന്റെ മൊഴിയുമായി ചേർത്ത് വായിക്കുമ്പോൾ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സൂചനകൾ. സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റും തന്ത്രിമാരും പരസ്പരം പഴിചാരുന്നതോടെ അന്വേഷണത്തിന്റെ ശ്രദ്ധ ദേവസ്വം ബോർഡിലെ അന്നത്തെ ഉദ്യോഗസ്ഥരിലേക്കും കൂടുതൽ ഭരണസമിതി അംഗങ്ങളിലേക്കും തിരിയുകയാണ്. ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി കേസായി കണക്കാക്കപ്പെടുന്ന ഈ സംഭവത്തിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ, നഷ്ടപ്പെട്ട സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. കേസിലെ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്നതിനും ശക്തമായ നടപടികൾ ഉറപ്പുവരുത്തുന്നതിനും ഈ അന്വേഷണത്തിന്റെ ഫലം നിർണായകമാകും.